അപ്പോൾ വീണ്ടും നമസ്കാരം. ഞാൻ ഒരു ഹാപ്പി അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു 5 മന്ത് ചലഞ്ച് ചെയ്യാനായിരുന്നു. പക്ഷേ ഒരാഴ്ചയും കൊണ്ട് നമുക്ക് 3 പേരെയും കൂടെ കിട്ടിയിട്ടുണ്ട്. വെരി ഫോക്കസ്ഡ് അടിപൊളി ആൾക്കാർ. ഇപ്പം 4 പേരുടെ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ്. രസം എന്താന്ന് പറഞ്ഞാൽ പരസ്പരം അക്കൗണ്ടബിൾ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ആളെന്ന് പറയുന്നത് അഭിചേട്ടനാണ്. ഹി ഈസ് നോൺ ആസ് എ സ്പോർട്സ്മാൻ, എ ലിറ്ററൽ സ്പോർട്സ്മാൻ എന്നൊക്കെ പറയില്ലേ. വിച്ച് ഓർ സ്പോർട്ട് ദർ ഈസ് ഹീസ്. ഇതിന്റെ ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഫുട്ബോൾ ആണെങ്കിൽ ഉച്ചയ്ക്ക് ബാഡ്മിന്റൺ, വൈകുന്നേരം കബഡി, അങ്ങനെയെല്ലാം കളിച്ച് ഹി നീഡ് സം ടൈം ടു റിക്കവർ. ഇപ്പൊ പുള്ളിയുടെ ഗോൾ എന്ന് പറഞ്ഞാൽ മസിൽ ബിൽഡ് ചെയ്യുക, ബോഡി റിക്കവർ ചെയ്യുക, ഓവറോൾ ഒന്ന് ഡിഫൈൻഡ് ആവുക, സെറ്റ് ആവുക എന്നാണ്. ദ നെക്സ്റ്റ് ഓൺ ദ ലിസ്റ്റ് ദാറ്റ് വി ഹാവ് ഇസ് കൃഷ്ണ. ഹീസ് ഫ്രം ഹൈദരാബാദ്. ഹീസ് എ ഗ്രേറ്റ് ഡാൻസർ ആൻഡ് ആൻ അമേസിംഗ് കുക്ക്. അപ്പം അടിപൊളി കോമ്പിനേഷൻ. അത് പോരാഞ്ഞിട്ട് he plays badminton really well as well. So his goal is to come down from 89 kilos all the way down to 83 kilos. അപ്പോൾ അതിനനുസരിച്ച് ഒരു ഫാറ്റ് ലോസ്, ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ദാറ്റ് വി ഹാവ് ഓൺ ദ ലൈൻ ഇസ് മിന്നു, മൈ സ്വീറ്റ് കെയറിംഗ് ലവിംഗ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വൈഫ്. അപ്പൊ ഞാൻ ഈ ഒരു ഇതിനെ കുറിച്ച് മിന്നുനോട് പറഞ്ഞപ്പോൾ മിന്നു പറഞ്ഞു വൈ നോട്ട്, ഞാനും ഇതിൽ പാട്ടാവാന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നി. കാരണം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ലൈഫിൽ ഒരു ഗോളിന് വേണ്ടി ഒരുമിച്ച് മൂവ് ചെയ്യുന്ന പറയുമ്പോൾ അതിന്റെ ഒരു ഹാപ്പിനെസ് ഭയങ്കരമാണ്. അപ്പോൾ വി വിൽ കീപ് ഈച്ച് അതർ അക്കൗണ്ടബിൾ. മിന്നുവിന്റെ ഗോൾ എന്ന് പറഞ്ഞാൽ ഷീ ഹാസ് ടു ഗ്രോ ഫ്രം 54 കിലോസ് ടു 60 കിലോസ്. അപ്പൊ നല്ല മസിലൊക്കെ വെച്ച് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് ജിമ്മിലൊക്കെ പോയി ആ ഒരു അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇതിൽ ഞങ്ങൾ പ്ലാൻ ഇട്ടിരിക്കുന്ന ഒരു ചെറിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും, ജിമ്മിൽ പോകുന്നതും ബേസിക് അപ്ഡേറ്റ്, ഒരു ഓണസ്റ്റി ബേസ്ഡ് ഗ്രൂപ്പാണ്. അപ്പൊ അതില് ആഴ്ചയിൽ 5 ദിവസം, ആഴ്ചയിൽ 7 ദിവസത്തിൽ 4 ദിവസമെങ്കിലും മിനിമം ജിമ്മിൽ പോകണം. 4 ദിവസം പോയില്ലെങ്കിൽ $50 വെച്ച് ബാക്കിയുള്ളവർക്ക് കൊടുക്കണം. അതാണ് ഫസ്റ്റ് ക്യാച്ച്. സെക്കൻഡ് ക്യാച്ച് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മാസം 50 പുഷപ്പ് പണിഷ്മെന്റ്. ഞാൻ അത് ഈ ആഴ്ച ഫുള്ള് 4 ദിവസം പോയില്ലെങ്കിൽ അടുത്ത ആഴ്ച 50 പുഷപ്പ് പണിഷ്മെന്റ് എടുക്കണം. അങ്ങനെ ഓരോ മാസവും 50 വെച്ച് കൂടി ബൈ ദ 5th month വി വിൽ ബി അറൌണ്ട് 250 പുഷപ്സ്. അപ്പം നമ്മൾ ആ ഒരു ലെവലിലോട്ട് വളരുകയും ചെയ്യും, നമ്മൾ അക്കൗണ്ടബിളും ആവും. പിന്നെ നമുക്ക് വീക്ക്ലി വീഡിയോ ഇടുന്നതുകൊണ്ട് നമ്മുടെ സ്റ്റേജസ്, നമുക്ക് പ്രോഗ്രസ് എന്തോരം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഫസ്റ്റ് വീക്ക് കം ഹിയർ, സെക്കൻഡ് വീക്ക് കം ഹിയർ, തേർഡ് വീക്ക് മേ ബി ഐ വെന്റ് ബിറ്റ് ഡൗൺ, അങ്ങനെ. അപ്പം ആ ഒരു ജേർണി ട്രാക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കളിയാക്കാനും ഞാൻ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുവാണ്. ഇറ്റ് വിൽ ബി എ ഫൺ ലിറ്റിൽ ഹാപ്പി ജേർണി. അപ്പം സ്റ്റേ ട്യൂൺ. അടുത്ത ആഴ്ച ഇതിന്റെ അപ്ഡേറ്റ് ഉണ്ടാവും, എങ്ങനെ പോകുന്ന കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണോ, ആ ഒരു അപ്ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ. ഹാവ് എ നൈസ് ഡേ. ബൈ.